പ്രാവിൻകൂട് ഷാപ്പ്, നമ്മുടെ ഗോളം, ഈ മലയാളത്തിൽ ഗോളം, ഈ രണ്ട് സിനിമകളായിട്ട് കമ്പയർ ചെയ്യാം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ത്രില്ലിംഗ് അല്ല. നമ്മൾ പ്രാവിൻകൂട് ഷാപ്പിലായാലും ഗോളത്തിലായാലും അതിൻ്റെ ഒരു കൊല നടത്തുന്ന എക്സിക്യൂഷൻ ഓഫ് മർഡറാണ് നമ്മുടെ അതിലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം. കൈക്കരുത്തും മെയ്ക്കരുത്തും കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കുറച്ച് സംഘടനകളും, പക്ഷേ ഒരു അവിടെ ഉള്ളവരെ സംബന്ധിച്ച് ഇതൊരു നല്ല സിനിമയായിട്ട് തോന്നും. 10 Hours ഒരു ത്രില്ലറാണ്, ഒരു ക്രൈം ത്രില്ലറെന്നോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മൂവി. പക്ഷേ നല്ലൊരു സിനിമയാണ്, ഒരു ആവറേജ് ഫിലിമാണ്. എനിക്കൊന്നും ഈ നമ്മുടെ മലയാളത്തിൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒരുപാട് നല്ല ത്രില്ലറും ക്രൈം ത്രില്ലറും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും ഒക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ ഒരു തമിഴ് സിനിമ കാണുമ്പോൾ അത്രത്തോളം ഒരു എഫക്റ്റീവായിട്ട് തോന്നില്ല. പക്ഷേ ഒരു അവിടെ ഉള്ളവരെ സംബന്ധിച്ച് ഇതൊരു നല്ല സിനിമയായിട്ട് തോന്നും. കാരണം ഇതൊരു ഈ സിനിമയിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടല്ല ഇതിലെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഈ സിനിമ വേണമെങ്കിൽ നമുക്ക് പ്രാവിൻകൂട് ഷാപ്പ്, നമ്മുടെ ഗോളം, ഈ മലയാളത്തിൽ ഗോളം, ഈ രണ്ട് സിനിമകളായിട്ട് കമ്പയർ ചെയ്യാം. എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഒരു കൊല നടക്കുന്നു. കാരണം വളരെ കുറച്ച് പേരുള്ള ഒരു ഏരിയയിൽ ഒരു കൊലപാതകം നടക്കുന്നു. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ത്രില്ലിംഗ് അല്ല. നമ്മൾ പ്രാവിൻകൂട് ഷാപ്പിലായാലും ഗോളത്തിലായാലും അതിൻ്റെ ഒരു കൊല നടത്തുന്ന എക്സിക്യൂഷൻ ഓഫ് മർഡറാണ് നമ്മുടെ അതിലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം. അതേപോലെ ഈ സിനിമയിലും ഒരു ബസ്സിനകത്ത് കൊലപാതകം നടക്കുന്നു. അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വരുന്നത് സിബി സത്യരാജിൻ്റെ മകനാണ് അതിൽ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ആ കൊല നടത്തുന്ന രീതിയാണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് നമുക്ക് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് തോന്നും. പിന്നെ എന്തോ പറയുക, നായകൻ്റെ ആ ഒരു കൈക്കരുത്തും മെയ്ക്കരുത്തും കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കുറച്ച് സംഘടനകളും ഇതൊക്കെ കാണിക്കാം. പക്ഷേ ആ ഒരു കൊല നടത്തിയിരിക്കുന്ന രീതി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കണ്ടിരിക്കാം, മോശമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിൽ ഒരുപാട് നല്ല ത്രില്ലർ കിട്ടിയതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഒരുപാട് നല്ല മലയാളത്തിൻ്റെ ക്രൈം ത്രില്ലറും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും എല്ലാം അതിൻ്റെ ഒന്നും അടുത്തെങ്ങും ഈ സിനിമ എത്തില്ല. പക്ഷേ ഓൺ ടൈം വാച്ചബിളാണ്. നമുക്ക് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണമെന്നില്ല. അതുമാതിരിയുള്ള പ്രത്യേകിച്ച് വലിയ എലമെൻസ് ഒന്നും ഇല്ല. പക്ഷേ കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി.